ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് 5 ദിനം കൂടി ബാക്കി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, CAA എന്നിവ നടപ്പാക്കുമെന്ന പ്രഖ്യാപനവുമായി BJP പ്രകടന പത്രിക പുറത്തിറക്കി. ലോകമാകെ രാമായണോത്സവം സംഘടിപ്പിക്കുമെന്നതാണ് മറ്റൊരു വമ്പൻ വാഗ്ദാനം. ഇന്ധനവില കുറയ്ക്കുമെന്നും മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ന്യായ് പത്രയെ ലീഗ് ആശയം കുത്തിനിറച്ചതെന്ന് പരിഹസിച്ചെങ്കിലും അതിലെ കുറേ കാര്യങ്ങൾ BJPയെ ഇരുത്തി ചിന്തിപ്പിച്ചു എന്നതാണ് മോദി പുറത്തിറക്കിയ സങ്കൽപ് പത്രയുടെ ആകെത്തുക. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, തൊഴിലാളികൾ, ദരിദ്രർ 5 മേഖലകളിലൂന്നിയുള്ള 5 ന്യായ് 50 ഗ്യാരണ്ടി കോൺഗ്രസ് നിരത്തുമ്പോൾ മോദി കി ഗ്യാരണ്ടി എന്ന ടാഗ് ലൈനിലൂടെ BJP മുന്നിൽ വെക്കുന്നതും ഇതേ വിഭാഗങ്ങളെ തന്നെ മുന്നിൽ കണ്ടുള്ള ഗരീബി, യുവത, അന്നദാത, നാരീശക്തി അഥവാ ഗ്യാൻ പദ്ധതിയാണ്. CAA-യെക്കുറിച്ച് മൗനം പാലിക്കുകയും ജാതി സെൻസസ് നടപ്പാക്കുമെന്ന വമ്പൻ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത കോൺഗ്രസ് ഭരണഘടനയെ സംരക്ഷിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് BJPയും കോൺഗ്രസും നമുക്ക് മുന്നിൽ നിർത്തുന്ന വാഗ്ദാനങ്ങൾ? രാജ്യവ്യാപകമായി സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്തുമെന്ന വലിയ പ്രഖ്യാപനമാണ് കോൺഗ്രസ് വാഗ്ദാനങ്ങളിലെ അടിത്തറ. ദരിദ്രരായ ഓരോ കുടുംബത്തിനും പ്രതിവർഷം ഓരോ ലക്ഷം രൂപ. സ്വവർഗ വിവാഹം നിയമപരമാക്കുമെന്ന വലിയ പ്രഖ്യാപനവുമുണ്ട്. എന്താണ് BJPയുടെ മറുപടി? വികസിത ഭാരതം, അന്തസ്സുള്ള ജീവിതം, മേന്മയുള്ള ജീവിതം, അവസരങ്ങളുടെ പ്രളയം, ഈ 4 തൂണുകളിലൂന്നിക്കൊണ്ടാണ് BJPയുടെ ഫോക്കസ് എന്ന് പറയുന്നു മോദി. 70-ന് മുകളിലുള്ളവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സയാണ് BJPയുടെ മറ്റൊരു വാഗ്ദാനം. ട്രാൻസ്ജെൻഡറുകളെയും ഈ പദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് ഉറപ്പു നൽകുന്നുണ്ടവർ. സുരക്ഷിത ഭാരതമെന്ന ടാഗ് ലൈനിലാണ് വികസന സ്വപ്നങ്ങൾ BJP പങ്കുവെക്കുന്നത്. CAA-യും ഏക സിവിൽ കോഡും നടപ്പാക്കും. രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷിതമാക്കാൻ വിശാലമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണമാണ് അതിർത്തി മേഖലയിൽ. ഇന്ത്യയെ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുമെന്നതാണ് സങ്കൽപ് പത്രയിലെ BJP വാഗ്ദാനം. ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബായി രാജ്യത്തെ മാറ്റും. രാജ്യത്ത് 6G സാങ്കേതിക വിദ്യ ഏർപ്പെടുത്തും. രാജ്യത്തെ വൻ ശക്തിയാക്കുമെന്ന BJP പ്രഖ്യാപനത്തിന് കോൺഗ്രസിന്റെ മറുപടി വിദേശ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം രാജ്യത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തുമെന്ന് കൂടിയാണ്. ഇന്ത്യ ചൈന അതിർത്തിയിൽ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കും. മുൻപ് പട്രോളിംഗ് നടത്തിയ മേഖലയിൽ ഇന്ത്യൻ സൈനികർക്ക് കയറി ചെല്ലാനാകുന്ന സ്ഥിതി വീണ്ടും ഉറപ്പാക്കും. മനുഷ്യാവകാശങ്ങൾ ഉറപ്പിക്കാൻ മ്യാൻമറുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്നും കോൺഗ്രസ് പറയുന്നു. സ്ത്രീകളെ മുന്നിൽ കണ്ട് തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ കോൺഗ്രസ് സംവരണം വിട്ടുപിടിച്ചത് തൊഴിലിന്റെ കാര്യത്തിലാണ്. കേന്ദ്ര സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 50% സംവരണം എന്നതാണ് ഹൈലൈറ്റ്. പാവപ്പെട്ട സ്ത്രീകൾക്ക് വർഷം 1 ലക്ഷം രൂപ വരെ നൽകും. സ്ത്രീ വോട്ടർമാരെ കയ്യിലെടുക്കാൻ കോൺഗ്രസ് പത്രിക ചൂണ്ടിയോ BJP എന്ന് സംശയിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഇക്കുറിയുള്ളത്. കോൺഗ്രസിന്റെ മഹാലക്ഷ്മി പദ്ധതിക്ക് മറുപടിയായി ലഖ്പതി ദീദി പദ്ധതിയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ 3 കോടി വനിതകളെ ലക്ഷാധിപതികളാക്കുമെന്നാണ് പ്രഖ്യാപനം. സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതിഫലിക്കുന്നില്ലെങ്കിലും പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ വനിതാ സംവരണം അടുത്ത തവണ നടപ്പാക്കുമെന്നാണ് BJPയുടെ വലിയ പ്രഖ്യാപനം. BJP സർക്കാർ നടപ്പാക്കുകയും വലിയ വിമർശനങ്ങൾക്കിടയാക്കുകയും ചെയ്ത അഗ്നിപഥ് നിർത്തലാക്കി സൈന്യത്തിലേക്ക് പഴയ റിക്രൂട്ട്മെന്റ് രീതി പുനഃസ്ഥാപിക്കുമെന്ന വലിയ പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. SC/ST OBC നിയമന പരിധി 50% ഉയർത്താനും ഭരണഘടന ഭേദഗതി പാസാക്കുമെന്നും കോൺഗ്രസ് പറയുന്നു. എല്ലാ സമുദായത്തിലെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സർക്കാർ ജോലിയിലും പഠനത്തിലും 10% സംവരണം നൽകുമെന്നും കോൺഗ്രസ് പറയുന്നു. BJPയും വിട്ടുകൊടുക്കുന്നില്ല. കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നാണ് BJPയുടെ വാഗ്ദാനം. മുദ്ര യോജന ലോൺ 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷമാക്കി ഉയർത്തുമെന്നതാണ് വലിയ പ്രഖ്യാപനം. പ്രതിദിന വേതനം സമയബന്ധിതമായി പുനഃപരിശോധിച്ച് നടപ്പാക്കും. എയിംസും IIT-കളും പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കുമെന്നും വാഗ്ദാനമുണ്ട്. മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ കർഷകരെ ആശ്വസിപ്പിക്കുന്നതിനായി ആ മേഖലയിലും സർക്കാർ കൂടുതൽ കണ്ണുവെക്കുന്നുണ്ട്. താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. അതേസമയം സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരം എല്ലാ വർഷവും സർക്കാർ പ്രഖ്യാപിക്കുന്ന താങ്ങുവിലയ്ക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പു നൽകുമെന്നാണ് കർഷകർക്ക് മുന്നിൽ കോൺഗ്രസിന്റെ വലിയ വാഗ്ദാനം. CAA-യെക്കുറിച്ച് ഒന്നും പറയാത്ത കോൺഗ്രസ് പ്രകടന പത്രികയിൽ മറ്റൊന്നു പറയുന്നു. ഭീതിയുടെ അന്തരീക്ഷം അവസാനിപ്പിച്ച്
ഇഷ്ടഭക്ഷണം കഴിക്കാനും ഇഷ്ടവസ്ത്രം ധരിക്കാനും ഇഷ്ടപ്പെട്ടവരെ സ്നേഹിക്കാനും കല്യാണം കഴിക്കാനും ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനും താമസിക്കാനും വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല. അതേസമയം മോദി പറയുന്നു, അഴിമതിക്കെതിരായ പോരാട്ടം തുടരും, പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കിയവരാണ് ഞങ്ങൾ.